കാരണം നമുക്കിപ്പോഴും തെറ്റിദ്ധാരണയാണ്, ഗുരുവിൻ്റെ മേളിലാണ് ദേവീദേവ സങ്കല്പം നമ്മളെല്ലാവരും വെച്ചിരിക്കുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഒരു ഗുരുവിന് മാത്രമേ ആത്യന്തികമായിട്ടൊരു ജീവനെ സംസാര സാഗരത്തിൻ്റെ മറുകര കടത്താനായിട്ട് സാധിക്കുള്ളൂ എന്നാ. ഇപ്പം നിങ്ങൾ ഇവിടെ ഓദ്രക്കാരിരുന്ന് ഈ പ്രഭാഷണം കേൾക്കുന്നുണ്ടെങ്കിൽ ഇത് ഓദ്രക്കാർ മാത്രമല്ല കേൾക്കുന്നത്, പിന്നീട് ഇത് എത്രയോ പേരിലേക്ക്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അനീഷും അമ്പിളി ഇവിടെ വന്നിരുന്ന് ഇത് റെക്കോർഡ് ചെയ്ത് എത്രയോ പേരിലേക്ക് ഇത് എത്തുന്നുണ്ട്. അപ്പം അമ്പിളിക്ക് ഇതുപോലെ സംസാരതാപ ശമനായിട്ട് നാരായണ ഗുരുദേവൻ വന്ന കഥയൊക്കെ നിങ്ങൾക്ക് അറിയാം. അമ്പിളിക്ക് ആക്സിഡന്റ് ഉണ്ടായി അല്ലേ? അപ്പോൾ ആക്സിഡന്റ് ഉണ്ടായി ആ കുട്ടി ഒരിക്കലും ഇതുപോലെ ഇരിക്കുമെന്ന് ആരും കരുതിയതല്ല. അവിടുന്ന് ആരാണ് കൈപിടിച്ച് കൊണ്ടുവന്നത്? നാരായണ ഗുരു എന്ന് പറയുന്ന അല്ലെ സംസാര താപ ശമനനായ ഭഗവാൻ അറിയാം ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ചെയ്ത് തീർക്കാനുണ്ട് കേട്ടോ. അങ്ങനെയൊന്നും അങ്ങോട്ട് പോകാനായിട്ട് പറ്റില്ല, അല്ലെ അങ്ങനെ വെറുതെ ഇരിക്കേണ്ട ആളല്ല എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളെ അറിയുന്ന ഗുരുവിനെ പോലെ നമ്മളെ ഇത്രത്തോളം ചേർത്ത് വയ്ക്കുന്ന, ഇത്രത്തോളം നമ്മളോട് കാരുണ്യം കാട്ടിയ ഒരു മഹാഗുരു, ആ മഹാഗുരുവിനെ മറന്നിട്ട് നമ്മൾ എവിടെ പോയാലും രക്ഷപ്പെടില്ല കേട്ടോ. കാരണം ഞാനും നിങ്ങളും ഇന്ന് വലിയ അമ്പലങ്ങളിൽ പോകും, വലിയ വലിയ ക്ഷേത്രങ്ങളിൽ പോകും, എല്ലാ ദേവതയെ ഉപാസിക്കും. ഇതിനൊക്കെ നമുക്ക് സത്യത്തിൽ ആരാ ഒരു മൂല കാരണമായി തീർന്നത്? ആരാണ്? ഗുരുവാണ്. അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1888 ശിവരാത്രിക്കാണ്. അതുവരെ കഷ്ടം ദീനം പിടിച്ചും മതിരയത് കുടിച്ചും കിടന്ന എന്നെയും നിങ്ങളെയും നമ്മുടെ പൂർവ്വപിതാക്കന്മാരെ അവിടുന്ന് പിടിച്ചു കൊണ്ടുവന്ന് നല്ല ഒരു മൂർത്തിയെ തന്ന് ആരാധിക്കാൻ സ്തോത്രങ്ങൾ തന്നു, ക്ഷേത്രങ്ങൾ തന്നു. പിന്നീടോ പറഞ്ഞു, ഇനി ക്ഷേത്രങ്ങളല്ല വേണ്ടത്, വിദ്യാലയങ്ങളാണ്, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളാണ്. ഇപ്പം നമ്മുടെയൊക്കെ ക്ഷേത്രങ്ങളോട് ചേർന്ന് ഗുരു പ്രതിഷ്ഠ നടത്തിയ മിക്ക ക്ഷേത്രങ്ങളോടും ചേർന്ന് വിദ്യാലയങ്ങളുണ്ടാവും. ഇപ്പം നിങ്ങൾ എറണാകുളം റൂട്ട് പോകുമ്പോൾ പൂത്തോട്ട എന്ന് പറയുന്ന, പുത്തൻകാവ് എന്നാണ് ആ സ്ഥലപ്പേര്, അവിടെ ഒരു ക്ഷേത്രമുണ്ട്, നാരായണ ഗുരുദേവൻ പ്രതിഷ്ഠ നടത്തിയതാണ്. ആരെങ്കിലും പോയിട്ടുണ്ടോ? ഇവിടെ ഇരിക്കുന്നതിൽ ആരെങ്കിലും പോയിട്ടുണ്ടോ? ഏതായാലും ആരും പോയിട്ടില്ല. ഇനി എപ്പോഴെങ്കിലും ആ റൂട്ടിൽ പോകുമ്പോൾ പുത്തൻകാവ് അല്ലെ പൂത്തോട്ട ശ്രീനാരായണ വല്ലഭ ക്ഷേത്രത്തിൽ നിങ്ങളൊന്ന് കയറണം. കാരണം നാരായണ ഗുരുദേവൻ ഇവിടെ പ്രതിഷ്ഠ ചെയ്യാൻ വരുന്ന സമയത്ത് ആ നാട്ടിലുള്ള ജനങ്ങൾ 2 വിഭാഗമായിട്ട് നിന്നു എന്നാ. ഒരു കൂട്ടർ പറഞ്ഞു ഞങ്ങൾക്ക് ശിവനെ മതി, ഒരു കൂട്ടർ പറഞ്ഞു സുബ്രഹ്മണ്യനെ മതി. ഇപ്പം ആരെ പ്രതിഷ്ഠിക്കും? നിങ്ങളുടെ ഒരു കൺസെപ്റ്റിൽ ആരെയായിരിക്കും ഗുരു പ്രതിഷ്ഠിച്ചത്? ശിവനാണോ സുബ്രഹ്മണ്യനാണോ? അച്ഛൻ പറയുന്നത് സുബ്രഹ്മണ്യനെയാണ്. നിങ്ങളെന്താ പറയുന്നത്? എന്തായാലും പ്രതിഷ്ഠിച്ചത് ശിവനെയാട്ടോ. ശിവലിംഗം പ്രതിഷ്ഠിച്ചിട്ട് നമ്മളെ ഗുരുവിൻ്റെ ദർശനത്തെ പറയാൻ വേണ്ടിയാണ്. ശിവൻ സുബ്രഹ്മണ്യൻ എന്നൊക്കെ പേരുകളൊക്കെ പോട്ടെ, പക്ഷെ ഗുരു പറഞ്ഞ എന്താണെന്നറിയാവോ? ഇപ്പം ശിവനെ പ്രതിഷ്ഠിച്ചിട്ട് പറഞ്ഞു, കുംഭമാസത്തിലെ പൂയന്നാളിൽ ശിവലിംഗത്തെ ആരായിട്ട് കണ്ടോളൂ? സുബ്രഹ്മണ്യനായി കണ്ട് അഭിഷേകം നടത്തിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് പുറകിലേക്ക് വാതിലുള്ള ഒരു ക്ഷേത്രമാണ് പൂത്തോട്ട ശ്രീനാരായണ വല്ലഭ ക്ഷേത്രം. അതിലൊക്കെ ഉപരിയായിട്ട് ഗുരുവിടെ പ്രതിഷ്ഠ കഴിഞ്ഞിട്ട്, അപ്പം അതാ പറഞ്ഞത്, ആൾക്കാരിങ്ങനെ വളരെ വിപ്ലവകാരികളായിട്ട് 2 മൂർത്തികളുടെ പേരിൽ തല്ലുകൂടിക്കൊണ്ട് നിൽക്കുമ്പോൾ ഗുരു നിസാരമായിട്ട് ആ പ്രശ്നത്തെ ഇല്ലാതാക്കി അല്ലേ? ശിവനെ പ്രതിഷ്ഠിച്ച് പറഞ്ഞു, ശിവനെ ആരായിട്ട് കണ്ടോളൂ, നമുക്ക് വല്ല പ്രശ്നമുണ്ടോ? ഇപ്പം ശിവക്ഷേത്രത്തിൽ പോയി മുരുകാന്ന് വിളിച്ചുകൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല കേട്ടോ. അവർ തമ്മിലൊക്കെ എപ്പോഴേ കോംപ്രമൈസാണ്. നമുക്ക് പക്ഷേ ഇപ്പോൾ ഒരു സംശയമാണ്, കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയിട്ട് അയ്യോ ശിവാന്ന് വിളിച്ചു പോയല്ലോ, അല്ല ശിവക്ഷേത്രത്തിൽ പോയി ആ മുരുകാന്ന് വിളിച്ചു പോയല്ലോ. ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. കാരണം നാരായണ ഗുരുദേവൻ നമ്മളെ പഠിപ്പിച്ചത് അതാണ്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. അർക്കബിംബമൊരാറുദിച്ചുയരുന്ന പോലെ വിളങ്ങിടും. ബാക്കി ചൊല്ലിക്കേ. തൃക്കിരീട ജടക്കിടയ്ക്കരവങ്ങളമ്പിളി തുമ്പയും ദുഷ്കൃതങ്ങളകറ്റുവാനൊഴുകിടുമമ്പരഗംഗയും ഹൃത്കുരുന്നിലെനിക്കു കാണണം. എപ്പോഴും
ഗുഹ, ഗൂഹനം ചെയ്യുന്നവനെ, രക്ഷിക്കുന്നവനെ എനിക്ക് എപ്പോഴും കാണാൻ സാധിക്കണം. അപ്പൊ ആ വരികൾ ശ്രദ്ധിച്ചറിയാം. അർക്കബിംബം ഒരാറുദിച്ചുയരുന്ന പോലെ വിളങ്ങിടും തൃക്കിരീട ജടക്കിടയ്ക്ക് അരവങ്ങൾ അമ്പിളി തുമ്പ ആകാശഗംഗ. അങ്ങനെ ഒരു മുരുകനെ നമ്മൾ കണ്ടിട്ടില്ല. ഇതൊക്കെ ആരിലാ കണ്ടിരിക്കുന്നത്? ശിവനിലാണല്ലേ. അപ്പൊ ഗുരു എന്താ പഠിപ്പിച്ചു തരുന്നത്? രണ്ട് രീതി നമുക്കവിടെ അർത്ഥം പറയാം. അച്ഛൻ്റെ ഗുണങ്ങളൊക്കെ ആരിലും ഉണ്ടാവും, മകനിലും ഉണ്ട്. അതൊരു ന്യായമാണ്. ഇനി രണ്ടാമതൊരു ന്യായം പറഞ്ഞാലോ, ബ്രഹ്മത്തിന് രൂപവും ഭാവവും ഒന്നും ഇല്ല. അപ്പം ശിവന്റെ ഗുണങ്ങൾ പറഞ്ഞാലും മുരുകന്റെ ഗുണങ്ങൾ പറഞ്ഞാലും എല്ലാം അത് ഒന്നിലേക്ക് തന്നെയാണ്. പല വഴിയിലൂടെ പോയാലും ചെന്ന് എത്തിച്ചേരുന്നത് ഒരേ സ്ഥലത്തേക്ക് തന്നെയാണെന്നുള്ള ഗുരുവിൻ്റെ ദർശനം അവിടെ ഊട്ടി ഉറപ്പിച്ചുകൊണ്ടാണ് പൂത്തോട്ടയില് ശിവലിംഗത്തിൽ ആരെ കണ്ടോളാൻ പറഞ്ഞത്? മുരുകനെ കണ്ടോളാം അല്ലേ. അവിടുന്ന് ഗുരു പ്രതിഷ്ഠ നടത്തിയിട്ട് ഇറങ്ങി വരുന്ന സമയത്ത് ഗുരുവിൻ്റെ തല ഇങ്ങനെ ഒന്ന് മുട്ടിയെന്നാണ്. ഇപ്പൊ ഗുരു പറഞ്ഞു അത്രേ, ഇവിടെ ഒരു മുട്ടും ഉണ്ടാവില്ല. നമ്മൾ അത്ഭുതപ്പെട്ടു പോകും കേട്ടോ. ഒന്ന് ചെന്ന് കാണണം അവരുടെ സമ്പത്തിൻ്റെ വിവരങ്ങൾ, അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ. അതായത് നേഴ്സറി സ്കൂള് മുതൽ LLB കോളേജ്, BEd കോളേജ്, ഇതെല്ലാം ഒരു കോമ്പൗണ്ടിൽ അല്ലെ ഒരു ക്ഷേത്ര അല്ലെങ്കിൽ ഒരു യൂണിയൻ്റെ അണ്ടറിലല്ല എന്ന് മനസ്സിലാക്കണം. ഒരു ശാഖയുടെ അണ്ടറിൽ ഇത്രയും സ്ഥാപനങ്ങൾ നടക്കുമ്പോൾ അവിടുത്തെ പ്രധാന സൗഭാഗ്യമായി നിൽക്കുന്ന ഒരു വസ്തുതയുണ്ട്. അവിടെ വലതുവശത്ത് ഒരു ചെറിയൊരു ഹാളുണ്ട്. എല്ലാ ഞായറാഴ്ചയും രവിവാര പാഠശാല നടക്കുന്നത് ആ ഹാളിലാണ്. എല്ലാ മാസത്തിലെയും ചതയത്തിൻ്റെ പ്രഭാഷണം നടക്കുന്നത് ആ ഹാളിലാണ്. അവിടെ ഒരു ഗുരുവിൻ്റെ പ്രതിമ ഇരിപ്പുണ്ട്. ഞാൻ പലപ്പോഴും പല വേദികളിലും പറഞ്ഞിട്ടുണ്ട്. കേൾക്കാത്തവർക്കും അറിയാവും മേലാത്തവർക്കുമായിട്ട് വീണ്ടും വീണ്ടും പറയുകയാണ്. എൻ്റെ ജീവിതത്തിൽ ഇത്രയും സുന്ദരനായ, ഇത്രയും ചൈതന്യമുള്ള ഒരു ഗുരുവിനെ, കാരണം ആ ഗുരുവിൻ്റെ പ്രതിമ എന്ന് പറയുന്നത് ഒരു പ്ലാസ്റ്റർ ഓഫ് പാരീസ് കൊണ്ടുള്ളൊരു പ്രതിമയാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ആ പ്രതിമ സത്യത്തിൽ ഒരു ശാഖക്കാർ ഉപേക്ഷിച്ച പ്രതിമയാണ്. അവരുടെ ക്ഷേത്രത്തിൽ പഞ്ചലോഹം പ്രതിഷ്ഠിക്കുന്ന സമയത്ത് പഴയ വിഗ്രഹത്തെ എന്ത് ചെയ്യും? നിമഞ്ജനം ചെയ്യും അല്ലേ. അങ്ങനെ വെള്ളത്തിലേക്ക് ഒഴുക്കാനായിട്ട് 4-5 പേര് ഒരു വള്ളത്തിൽ ഗുരുവിൻ്റെ പ്രതിമയായിട്ട് ഇങ്ങനെ വരുന്ന സമയത്ത് ഇവർക്കിത് ഒഴുക്കാനൊന്നും, ഇപ്പം നമ്മുടെ വീട്ടിൽ നിസാരം, ഞാൻ എൻ്റെ അനുഭവം പറയുന്നത്, ഇപ്പോൾ ഒരു നോട്ടീസിൽ ഗുരുവിൻ്റെ ഫോട്ടോ ഉണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യണമെന്ന്, അയ്യോ കത്തിക്കാവോ അല്ലേ, അല്ല അത് വേറെ എവിടെ വെച്ചാൽ അത്രയും നമ്മൾ ഗുരുവിനെ ഇങ്ങനെ നെഞ്ചിലേറ്റിയത് കൊണ്ട് തന്നെ നമ്മളത് ശുദ്ധമായ സ്ഥലത്തെ വെക്കുകയുള്ളൂ. ഒരു ഫോട്ടോ ഉള്ളൊരു പേപ്പർ പോലും നമ്മളിപ്പോൾ എടുത്ത് മറ്റ് പേപ്പറുകളൊക്കെ കത്തിക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ ഇതെടുത്ത് നമ്മൾ മാറ്റി വെക്കും അല്ലേ. അപ്പോൾ അങ്ങനെ ഈ ഗുരുവിൻ്റെ പ്രതിമ അവർക്കവിടെ ഉപേക്ഷിക്കാനായിട്ട് മനസ്സ് വരാതെ രാത്രിയിൽ മുഴുവൻ വള്ളത്തേൽ ഇങ്ങനെ ഈ പ്രതിമയായിട്ട് നടക്കുവാണ്. അപ്പോൾ പറഞ്ഞു, ഇനിയിപ്പോൾ നേരം വെളുക്കാറായില്ലേ, ഇതിങ്ങനെ കൊണ്ടു നടന്നാൽ മതിയോ, നിമഞ്ജനം ചെയ്യണ്ടേ എന്ന് പറഞ്ഞ് പൂത്തോട്ട ആറാട്ടുകടവിലേക്ക്, നല്ല താഴ്ചയുള്ള പ്രദേശമാണ്, അങ്ങോട്ടേക്ക് ഇത് താഴ്ത്തിന്നാണ്. പക്ഷെ പിറ്റേ ദിവസം ആൾക്കാർ കണ്ടത് വെള്ളത്തിൽ ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഗുരുവിനെയാണ്. ആ പ്രതിമയാണ് ഈ രവിവാര പാഠശാല നടക്കുന്ന ഹാളിൽ ഇരിക്കുന്നത്. ഇപ്പം ഞായറാഴ്ച ദിവസമാണ്, നിങ്ങൾക്ക് കാണാം ആ ഹാളിൽ രവിവാര പാഠശാല. അത് കുട്ടികളൊക്കെ ഇഷ്ടം പോലെ കുട്ടികളുണ്ട്. ആ കുട്ടികളൊക്കെ വെറുതെ വന്ന് പഠിച്ചിട്ട് പോകുമല്ല, അവർക്ക് രാവിലെ ഉണ്ണിയൂട്ടെന്നൊക്കെ പറഞ്ഞ് ഭക്ഷണമൊക്കെ കൊടുത്ത് അവരുടെ ശരീരമൊക്കെ അല്ല വയറൊക്കെ നിറച്ചിട്ടാണ് അവിടുന്ന് സംതൃപ്തരായിട്ടാണ് പോകുന്നത്. അപ്പോൾ ഗുരുവിനെ അറിയണമെങ്കിൽ നമ്മൾ ആദ്യമേ പറഞ്ഞല്ലോ, എവിടെ മുതൽ തുടങ്ങണമായിരുന്നു? ഗർഭകാലം മുതൽ 6 വയസ്സിനുള്ളിൽ ആദ്യത്തെ ഒരു വിത്ത് ഇട്ട് കൊടുക്കണം. ഗുരു എന്നുള്ളൊരു കൺസെപ്റ്റ് നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് ഇട്ട് കൊടുക്കണം. അപ്പോൾ പൂത്തോട്ട പോലെയുള്ള ക്ഷേത്രങ്ങളുടെ ഒരു പ്രധാന അവരുടെ മാതൃകയാക്കേണ്ടത് രവിവാര പാഠശാല തന്നെയാണ്. കാരണം അവിടുന്ന് പഠിച്ചിറങ്ങുന്ന ഓരോ കുട്ടിയും വിദ്യാഭ്യാസപരമായിട്ടാട്ടെ സാംസ്കാരികമായിട്ട് ഉള്ള ഒരു നിലവാരത്തിലേക്ക് എത്രത്തോളം ഉയരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ അതിൻ്റെ അടിസ്ഥാന കാരണമായിട്ട് അവിടെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്നത് ഈ രവിവാര പാഠശാല തന്നെയാണ്.